കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് വിമാനയാത്രാ നിരക്ക് കുറയും. ഒരു തീർത്ഥാടകന് 1,07,000 കരിപ്പൂരിൽ നിന്നുള്ള പുതിയ ടിക്കറ്റ് നിരക്ക്. കഴിഞ്ഞ വർഷം 1,25,000 രൂപയായിരുന്നു ടിക്കറ്റ് നിരക്ക്. ഒന്നിലധികം എയർലൈനുകൾ ടെൻഡറിൽ പങ്കെടുത്തതാണ് നിരക്ക് കുറയാൻ കാരണം. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, എന്തായാലും യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ തീരുമാനമാണ് വന്നിട്ടുള്ളത്. നിരക്കിൽ എത്രത്തോളം കുറവ് വരും? എങ്ങനെയാണ് ഈ നിരക്ക് കുറയുന്നതിലേക്ക് എത്തിയത്? ദിവ്യ, കരിപ്പൂരി വിമാനത്താവളത്തിൽ അപകടം ഉണ്ടായതിനു ശേഷം ഹജ്ജ് യാത്ര എംബാർക്കേഷൻ കേന്ദ്രം അത് ആദ്യഘട്ടത്തിൽ റദ്ദാക്കി. പിന്നീട് വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ അനുമതി ഇല്ലാത്തതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഉയർന്ന നിലക്ക്, അതായത് കൊച്ചിയും കണ്ണൂരിനെയും കാട്ടി താരതമ്യം ചെയ്യുമ്പോൾ 40,000 രൂപ അധികം നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് യാത്രക്കാർ തന്നെ കരിപ്പൂരിനെ ഉപേക്ഷിച്ചുകൊണ്ട് കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കും ഒക്കെ പോകുന്ന ഒരു സാഹചര്യം. അതേസമയം മലപ്പുറത്തും കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഹജ്ജ് യാത്രക്കാർ പോകുന്നത്. ഈ ജില്ല കേന്ദ്രീകരിച്ചായിരുന്നു. അതേസമയം അത്തരം ഒരു പ്രതിസന്ധിക്ക് ഒരു താൽക്കാലികമായിട്ടെങ്കിൽ പോലും ശമനമാവുകയാണ്. ഈ വരാനിരിക്കുന്ന ഹജ്ജിലേക്ക് പോകുമ്പോൾ 1,07,000 രൂപ ആണ് ശരിക്കും കരിപ്പൂരിൽ നിന്ന് ഒരു ഹാജിക്ക് ഉണ്ടാവുക. കഴിഞ്ഞ തവണ അത് 1,25,000 ആയിരുന്നു. ഏകദേശം 18,000-20,000 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂരിലെയും അതോടൊപ്പം തന്നെ കൊച്ചിയിലെയും വെച്ച് നോക്കുമ്പോൾ അതിന് ഇപ്പോഴും ഒരു 15,000 രൂപയുടെ വ്യത്യാസം, 18,000 രൂപയുടെ വ്യത്യാസം വരികയാണെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ വ്യത്യാസമുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ കൂടുതൽ തീർത്ഥാടകർ ഇല്ലാത്തതാണ് ശരിക്കും ഇപ്പോഴും ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയത്. ഇല്ലെങ്കിൽ കുറച്ചുകൂടി കരിപ്പൂരിലെ റേറ്റ് കുറയുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നമെന്ന് പറയുന്നത് എയർ ഇന്ത്യ മാത്രമായിരുന്നു ടെൻഡറിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഇത്തവണ അത് മാറി. നേരത്തെ നമുക്കറിയാം, സംസ്ഥാനം ഇടപെട്ടിരുന്നു, സംസ്ഥാന മന്ത്രിയൊക്കെ കത്തയച്ചിരുന്നു, ഹജ്ജ് കമ്മിറ്റി ഇടപെട്ടിരുന്നു, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയവും ഒക്കെ തന്നെ ഇടപെടുകയും കൂടുതൽ വിമാന സർവീസുകളെ കൂടി ടെൻഡറിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതാണ് വിജയകരമായി മാറിയത്. സൗദി എയർലൈൻസ് ഉണ്ടായിരുന്നു, ആകാശ എന്ന് പറയുന്ന പുതിയ എയർലൈൻ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ ഉണ്ടായിരുന്നു. ഇതിൽ ആകാശാണ് ഏറ്റവും കുറഞ്ഞ ടെൻഡർ, $1,210 എന്ന് പറയുന്ന ടെൻഡർ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്തത്. അങ്ങനെ അവർക്കാണ് കിട്ടിയിരിക്കുന്നത് 1,07,000 രൂപ എന്ന് പറയുന്നത്. കണ്ണൂരിലാണെങ്കിൽ $1,012, അതായത് 89,000 രൂപ വരും. കൊച്ചിയിലാണെങ്കിൽ $989, $87,740 ആണ് അവിടുത്തെ നിരക്ക്. അതേസമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ യാത്രക്കാരുടെ ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണം കരിപ്പൂർ തിരഞ്ഞെടുത്ത യാത്രികരുടെ എണ്ണം 920 സാധ്യത വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ റേറ്റിലേക്ക് വന്നത്. കണ്ണൂരിൽ 4,299 പേരും, കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ 7,936 പേര്. അതായത് മലപ്പുറം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ആൾക്കാർ പോലും കൊച്ചി സെലക്ട് ചെയ്തതോടുകൂടി അവിടെ തീർത്ഥാടക എണ്ണം വർദ്ധിക്കുകയും അങ്ങനെ റേറ്റ് കുറയുകയാണ് ചെയ്തത്. എന്നാൽ പോലും ഗുണം ചെയ്യാൻ പോകുന്നത് കോഴിക്കോട്, മലപ്പുറത്ത് നിന്നുള്ള യാത്രക്കാരെയല്ലേ? ഏറ്റവും മലപ്പുറം, കോഴിക്കോട് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പൊതുവെ ഹജ്ജിന് പോകുന്നത് ഈ ജില്ലകളിൽ നിന്നാണ്. അവർക്ക് വലിയ ആശ്വാസകരമാണ്. ഈ തവണ 1,07,000 രൂപ കൊടുക്കേണ്ടി വരും. അടുത്ത തവണ എംബാർക്കേഷൻ അല്ലെങ്കിൽ ഈ കരിപ്പൂർ തിരഞ്ഞെടുക്കുന്ന തീർത്ഥാടക എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ കൊച്ചിയെ പോലെ അതോടൊപ്പം തന്നെ കണ്ണൂരിനെ പോലെ തന്നെ 85,000 വരെ റേറ്റ് വരും. അതായത് പതിവ് രീതിയിലേക്ക് കരിപ്പൂരിലെ ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രം കൂടി മാറും എന്നുള്ളതാണ് വസ്തുത.